ബ്രേക്ക്ഫാസ്റ്റിന് പാവ് ഭാജി ഉണ്ടാക്കിയാലോ? എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാവ് ഭാജി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെയുള്ള ബന്നെടുത്തു. ഏകദേശം ഈ സൈസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഉള്ളി, തക്കാളി, ക്യാരറ്റ്, കോളിഫ്ലവർ വേണ്ടിയിരുന്നു, അതില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് നന്നായി വേവിച്ചിട്ട് എടുത്തത്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് വേണ്ടത്, പക്ഷേ ഈ ഗ്രീൻ പീസ് എടുത്താൽ മതി. വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കും. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണല്ലോ, എല്ലാം ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിതൊരു കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു കുക്കറിൽ. ഒന്ന് ഉരുകിയതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായി ഇടേണ്ടത് ഉള്ളി, കുറച്ച് കറിവേപ്പില ഇടാം, നമ്മളുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക, വട്ടത്തിലരിഞ്ഞത്. കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ചേർത്തു, വീണ്ടും മിക്സ് ചെയ്യുക. കുക്കർ കുറച്ച് ചെറുതാണ്, മസാല നമുക്കിതിൽ തന്നെ ആക്കിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നന്നായി അരച്ചെടുത്തതാണത്, കുറച്ചധികം എടുക്കുക. 1 ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ, നേരത്തെ അത് പറയാൻ വിട്ടുപോയതാണ്. 1 ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തു. ഏതായാലും വലിയ കുക്കറിലേക്ക് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെന്ത ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ശരിക്കും ഫ്രഷാണ് വേണ്ടത്, പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വേവിച്ചതാണ്. മറ്റേ ഡ്രൈഡ് ഗ്രീൻ പീസാണ്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും, അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വേവിച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. വെച്ചിട്ട് കുക്കറിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അതായി ബന്ന് നമുക്കിങ്ങനെ നെടുക്കെ കീറിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണത്. ബട്ടറൊക്കെ ഇട്ടു. ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ബന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്തു. കുക്കറിൽ വെച്ചപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. വെള്ളം വറ്റാൻ വേണ്ടി ഒന്നും കൂടി സ്റ്റൗ ഓൺ ചെയ്താൽ മതി. കൊടുത്തു. ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുക. നല്ലോണം കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുക. ബട്ടറും ചേർത്ത് കൊടുക്കുക. കറി റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചാട്ട് മസാല ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. അങ്ങനെ എളുപ്പത്തിലൊരു പാവ് ഭാജി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, വളരെ എളുപ്പമല്ലേ ഇതൊക്കെ. ഇപ്പോൾ ഈ ബന്ന് കൊണ്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പലതും ഉണ്ടല്ലോ, ബൺ മസ്ക, അതൊക്കെ അതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് എരിവുള്ള കറി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം ബന്ന്.